ഇന്നലെ പങ്കെടുത്ത ഒരു ജനാസയുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മുടെ മക്കൾ അവരുടെ പ്രശ്നങ്ങളിൽ ഒരുപാട് ആശങ്കകളും പ്രതിസന്ധികളും മനസ്സിൻ്റെ ഉള്ളിൽ നീറിപ്പുകയുന്ന ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് നടക്കുന്ന മക്കളുണ്ട്. പക്ഷേ ഒരു ജീവിതം തന്നെ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്കും സിറ്റുവേഷനിലേക്കും മക്കൾ എത്തിപ്പെടുന്നു എന്നത് വളരെ സങ്കടകരമാണ്. അപ്പോൾ ഇന്നലെ പങ്കെടുത്ത ഒരു ജനാസയിൽ അറിയാൻ സാധിച്ചത്, ആ കുട്ടി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് ജീവിതത്തിൽ തോന്നിയ ചില പ്രണയങ്ങളും ഇഷ്ടങ്ങളും സ്നേഹങ്ങളും അത് മറ്റൊരു പെൺകുട്ടിയുമായി പങ്കുവെക്കുകയും പിന്നീട് ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ചില പിന്നോട്ട് പോകൽ എന്ന് പറഞ്ഞാൽ ബ്രേക്കപ്പ് സംഭവിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു എന്ന പ്രയാസകരമായൊരു വാർത്ത അറിഞ്ഞത് മുതൽ നമ്മുടെ ഇടയിലുള്ള പല കുട്ടികളും നമ്മൾ അറിഞ്ഞും അറിയാതെയും പോകുന്ന ഒരുപാട് വാർത്തകൾ സാധാരണയായിട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞപ്പോൾ ഒരുപാട് ഷോക്കാവുകയും എന്നാൽ പിന്നിലുള്ള കാരണങ്ങൾ അറിഞ്ഞപ്പോൾ അതിലേറെ ഷോക്കായി എന്ന ഒരു +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു, ഒരു ആൺകുട്ടി കൂടിയാണ്. അപ്പോൾ ആര് എന്ത് എന്ന് പറയുന്നതിലപ്പുറം ഇത്തരമുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായതും അതിന് കാരണമായതും ഏറെ വേദനിപ്പിച്ച ഒരു അനുഭവമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കാം. അപ്പോൾ ഞങ്ങളുടെ പ്രദേശത്തെ സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു ആത്മഹത്യ ഉണ്ടായി. ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ, +1 പ്രായക്കാരനാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ ധാരാളം നമ്മൾ ഇത്തരം വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ പൊതുവെ ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് വാർത്തകൾ മാത്രമാണ്. പക്ഷെ ഇത് സ്വന്തം വീട്ടിലെ അനുഭവമാകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത കുട്ടികളെയും കുടുംബങ്ങളെയൊക്കെ പൊതുവേ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയറായി ബോധ്യപ്പെടുന്നൊരു കാര്യം, ആ മാതാപിതാക്കൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് സ്വന്തം കുട്ടി പോകും എന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇന്നത്തെ അനുഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ആദ്യം ശ്രോതാക്കളോട് പങ്കുവെക്കാനുള്ള കാര്യം, പ്രത്യേകം ഓർക്കുക, നമ്മുടെ വീടുകളും ഒന്നും ഇതിൽ നിന്ന് മുക്തമല്ല. അതിൻ്റെ കാരണം, പൊതുവേ നമ്മൾ കാര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ യൂസ് ചെയ്യുന്ന കുട്ടികൾ, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന കുട്ടികൾക്കിടയിൽ ഇത് കുറച്ചുകൂടി കൂടുതലാണ്. ഇത് വളരെ കൃത്യമായ സ്റ്റഡീസ് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇൻസ്റ്റയുടെ കണ്ടൻറ്റുകളാണ്, ഇൻസ്റ്റയുടെ അൽഗോരിതങ്ങളാണ്. ഇൻസ്റ്റ കൊടുക്കുന്ന കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്കത് മനസ്സിലാവില്ല. ഇൻസ്റ്റയിലൂടെ കാണുന്ന കാര്യങ്ങൾ, ഇൻസ്റ്റയുടെ അൽഗോരിതം എന്ന് പറയുമ്പോൾ അതിലെ കാഴ്ചകളെ സെറ്റ് ചെയ്യുന്ന അതിൻ്റെ പിന്നിലുള്ള സെറ്റിങ്സിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് വിളിക്കുക, ഏറ്റവും ചെറിയ ഭാഷയിൽ പറഞ്ഞാൽ. അത് പ്രകാരം ലോകത്ത് വളരെ കൃത്യമായ സ്റ്റഡീസ് ഉണ്ട്. ഈ മെൻ്റൽ ഹെൽത്തിനെ, മാനസിക ആരോഗ്യത്തെ ശക്തമായി ബാധിക്കുന്ന ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. നിശ്ചിത ശതമാനം മൊത്തം യൂസേഴ്സിൽ നിന്ന് നിശ്ചിത ശതമാനം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഇൻസ്റ്റയുടെ ഓണേഴ്സിൽപ്പെട്ട, അതിൻ്റെ ആ ഒരു സംവിധാനത്തിൻ്റെ ഓണേഴ്സിൽപ്പെട്ട ഒരു വ്യക്തിയെ അമേരിക്കയിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടൊരു ഏജൻസി മറ്റൊരു വിഷയത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ പിന്നിൽ പ്ലക്കാർഡ് പിടിച്ച് നിൽക്കുന്ന കുറേ അമ്മമാരെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങളുടെ കുട്ടികളുടെ ജീവൻ തിരിച്ചു തരൂ എന്ന് പ്ലക്കാർഡ് എഴുതി പിടിച്ച കുറേ അമ്മമാരുടെ വീഡിയോ അങ്ങനെ കാണാം, നമുക്ക് ആ വീഡിയോയിൽ തന്നെ കാണാം. ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ അവരോട് മാപ്പ് ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റ നമ്മുടെ പുതിയ തലമുറയെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്.